എൻ്റെ മോനെ, ഇത് കാണുന്നത് തന്നെ വേദനാണ് കേട്ടോ. ഇനി എങ്ങനെ കിടന്നാൽ എൻ്റെ കാലിൻ്റെ മേലെ കൂടെ അല്ലേ പോന്ന് എന്തെല്ലോ എനിക്ക് വിടുന്നുണ്ടാകുന്നേ. എൻ്റെ മോനെ, ഇഞ്ഞല്ല ഞാനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പാമ്പ് കടിക്കാണ്ട് ഓഫായി പോകും, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഓഫായി പോകും. ഇല്ലെങ്കിൽ നീ ചോടുന്ന സമയത്ത് പുതപ്പിൻ്റെ ഉള്ളിൽ കുരുങ്ങി പാമ്പ് വന്ന് കടിച്ചിട്ട് ഓഫായി പോകും. ആ ഒരു ശൈലിയിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇനി രക്ഷപ്പെട്ടത്. പക്ഷെ പലരും ഇഞ്ച വീഡിയോ എടുത്തിട്ട് വിമർശനാത്മകമായിട്ട് പലതും പറയുന്നുണ്ട്. അതിസാഹസികതയാണ്, അങ്ങനെ എങ്ങനെയാണെന്നല്ലോ. ആത്മധൈര്യം ഇല്ലാത്തൊരു മനുഷ്യന് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ആത്മധൈര്യം ഇല്ലാത്തവനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ജീവിതം കൊണ്ട് ഇന്നും നടക്കില്ല, ജീവനം കൊണ്ട് ഇന്നും നടക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യമാണ് അദ്ദേഹത്തെ അത് റെക്കോർഡ് ചെയ്യാനും ആ റെക്കോർഡ് ചെയ്യുന്നതിന് ശേഷം പാമ്പ് തന്നെ ശ്രദ്ധിക്കുന്നു എന്ന ശ്രദ്ധിച്ച സമയത്ത് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതും അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യം കൊണ്ട് തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യത്തിൻ്റെ മേലെയാണ്. അദ്ദേഹത്തെ വിമർശിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പഠിക്കുന്നതാണ് ഈ വീഡിയോ എന്നും കൂടെ മനസ്സിലാക്കുക. പക്ഷേ വീഡിയോ എടുക്കാനുള്ള വല്ലാത്തൊരു മൈൻഡ് കൊണ്ടാണ് ഇങ്ങനെ സാഹസികത ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് മാറ്റി നിർത്തുക. അങ്ങനെയല്ലേ അത്, അങ്ങനെ ചിന്തിക്കാതിരിക്കുക. വീഡിയോ എടുക്കാനുള്ള വല്ലാത്തൊരു ആവേശമുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ കിടന്ന് ആത്മധൈര്യം കൂടി ഇല്ലെങ്കിൽ ഇങ്ങനെ കിടന്നു കൊടുക്കില്ല. ആത്മധൈര്യമില്ലാത്ത ഒരു മനുഷ്യന് ഇങ്ങനെ വീഡിയോ എടുക്കാനാവില്ല. വീഡിയോ എടുക്കാൻ മാത്രം താല്പര്യമുള്ള ഒരു മനുഷ്യന് ഇത്രത്തോളം ആത്മധൈര്യത്തോടു കൂടെ കിടക്കാൻ കഴിയില്ല. അത് അങ്ങനെ കുറേ വൈരുദ്ധ്യങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടുതൽ വിമർശിക്കാതിരിക്കുക. ചില ആൾക്കാരൊക്കെ ഈ വീഡിയോ എടുത്തിട്ട് വൈറലാക്കി വിടുന്നുണ്ട്.